ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ലൊരു അടിപൊളി മഫിൻസ് ആണ് കാണിക്കുന്നത് കേട്ടോ. നമ്മൾ കപ്പ് കേക്ക് എന്നൊക്കെ പറയുന്നത് അതാണ് മഫിൻസ്. ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇന്ന് കാണിക്കാൻ കാരണം സ്കൂളൊക്കെ തുറന്ന് എല്ലാവരും ബിസിയായി. അപ്പോൾ മക്കളൊക്കെ ചെറിയ മക്കളൊക്കെ ചേർത്തിയ ആൾക്കാരുണ്ടാവില്ല, ഈ കൊല്ലം പുതുതായിട്ട് പോകുന്ന ആൾക്കാരും കുട്ടികളൊക്കെ വൈകുന്നേരം ഇവർ വരുമ്പോഴത്തേക്കും അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സാധനം നമ്മൾ ഉണ്ടാക്കി വെക്കണമല്ലോ എന്നുള്ള എല്ലാ അമ്മമാരും അതുപോലെ തന്നെ അമ്മ ആയാലും ഉമ്മ ആയാലും എല്ലാം നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അവർ വരുമ്പോഴത്തേക്കും അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സാധനം ഉണ്ടാക്കി വെക്കണം എന്നുള്ളത്. അപ്പോൾ ഡെയിലി നമ്മൾ ഓരോന്ന് ആലോചിക്കും എന്താണ് ഇന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതെന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സാധനമാണ്. കുട്ടികളെ ഏറ്റവും ഫേവറേറ്റ് ആണ് ഈ മഫിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്ന മഫിൻസ് ഓവനിൽ ഉണ്ടാക്കുന്നതും ഓവൻ ഇല്ലാണ്ട് ഉണ്ടാക്കുന്നതും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എഗ് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല, മിക്സിയിൽ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു മഫിൻസ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ആദ്യം ഞാൻ എടുത്ത് വെച്ചത് ഒരു അരക്കപ്പിൽ ബട്ടറാണ് ഞാൻ എടുത്ത് വെച്ചത്, അൺസാൾട്ടഡ് ബട്ടറാണ്. അപ്പോൾ അരക്കപ്പ് ഫുള്ളായിട്ടൊന്നുമില്ല, ഇങ്ങനെ ഒരു സുമാറ്. ഞാൻ പറഞ്ഞാൽ ഈ ഒരു കേക്ക് നിങ്ങൾക്ക് അങ്ങനെ ഒരു കറക്റ്റ് മെഷർമെൻ്റ് ഒന്നുമില്ല. അങ്ങനെ കുറച്ച് ഞാൻ കാണിക്കുന്നതിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയൊരു വ്യത്യാസം വന്നെന്ന് വെച്ചിട്ടൊന്നും കേക്ക് കേടാവുകയൊന്നും ചെയ്യൂല കേട്ടോ. അപ്പോൾ അരക്കപ്പ് ബട്ടർ എടുത്തിട്ടുണ്ട്, അതൊന്ന് നമുക്ക് മെൽറ്റ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. വല്ലാണ്ടങ്ങ് മെൽറ്റായിട്ട് അതിങ്ങനെ ഓയിൽ പോലെ തെളിയാൻ വേണ്ടി കാത്തിക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. പിന്നെ ആ പാനിൻ്റെ ചൂടുകൊണ്ട് അതങ്ങ് അലിഞ്ഞോളൂ. അങ്ങനെയാണ് ആക്കിയെടുക്കേണ്ടത് കേട്ടോ. വല്ലാണ്ടങ്ങ് തിളപ്പിച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ തന്നെ അതങ്ങ് മെൽറ്റായിക്കോളും. അപ്പോൾ അത് ഞാൻ ആ ഒരു അരക്കപ്പ് ബട്ടർ ഞാൻ നല്ലോണം ഒന്ന് മെൽറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറയുന്നത്, ഞാനിപ്പം പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഇവിടെ ഈ എഗ് ബീറ്റർ വെച്ചിട്ടാണ് ഇപ്പോൾ കറക്കണത്. എഗ് ബീറ്ററിൻ്റെ ആവശ്യമില്ല, മിക്സിയിൽ ഇട്ടാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യണത് ഇതേപോലെ തന്നെ നിങ്ങൾ മിക്സിയിൽ അടിച്ചാൽ മതി കേട്ടോ. ഇത് എഗ് ബീറ്റർ വെച്ചിട്ട് ഇങ്ങനെ അടിച്ച് പതപ്പിച്ച് പൊന്തി വരുന്ന അങ്ങനത്തെ ഒന്നും ഒരു റെസിപ്പി അല്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കയ്യിൽ ഇതുള്ളതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. മിക്സിയിലുണ്ടെങ്കിൽ മിക്സിയിൽ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനൊരു വലിയൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഒരു 4 മുട്ടയാണ്. ഒരു മുട്ടൻ്റെ ഉണ്ണി കലങ്ങിയതാണ് കേട്ടോ. അത് 4 മുട്ട ഉണ്ട്, പൊട്ടിച്ച് വെച്ചതാണ്. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ആയിരിക്കണം, അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ വേണ്ടിയത് ഒരു 3/4 കപ്പ് പഞ്ചസാരയാണ്, 3/4 കപ്പ് കേട്ടോ. ഏകദേശം 3/4 മുതൽ 1 കപ്പ് വരെ അങ്ങ് എടുക്കുക. പിന്നെ വേണ്ടിയത് ഏകദേശം 1 ടീസ്പൂണോളം വെനില എസൻസ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വെനില എസൻസ് കൂടുതൽ വേണമെങ്കിൽ 2 ടീസ്പൂൺ വരെയൊക്കെ അത് ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ 1 ടീസ്പൂണാണ് ഒഴിച്ചത്. ഇനിയിപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾ മിക്സിയിലാണ് ചെയ്യണമെങ്കിൽ മിക്സിയിൽ ഒരു 10 സെക്കൻഡ് നേരം ഒന്ന് അടിച്ചാൽ മതി. ഇതിങ്ങനെ പതിഞ്ഞ് പൊന്തണ്ട, ആ ഒരു പഞ്ചസാര ഒന്ന് അതിൽ അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അടിച്ചത്, അത്രേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മിക്സി ചെയ്യലാണ് എളുപ്പം ഉണ്ടാവുക. ഞാനിപ്പോൾ ഇതുള്ളതുകൊണ്ട് ഇതുകൊണ്ട് ചെയ്തേ ഉള്ളൂ. അപ്പോൾ അതാ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്നത് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പഞ്ചസാര ഒന്ന് അതിലൊന്ന് മെൽറ്റ് ആകുന്ന രീതിയിൽ ഒരു 10 സെക്കൻഡ്, മാക്സിമം അല്ല 15 സെക്കൻഡ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ചുരണ്ടി വെച്ചതാണ്, ഓറഞ്ച് ജസ്റ്റ്. അപ്പോൾ ഇതിന് പകരം വേണമെങ്കിൽ ലെമണിൻ്റെ തൊലിയും നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഇട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇഷ്ടമുള്ള ഫ്ലേവർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബട്ടർ ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ആ ഒരു അരക്കപ്പ് ബട്ടർ ഇല്ലേ നമ്മൾ നേരത്തെ മെൽറ്റാക്കി വെച്ചാൽ, അതും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ മിക്സിയിൽ ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ ഓരോന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു 10 സെക്കൻഡ് ഇങ്ങനെ ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്ന സാധനമാണിത്. അപ്പോൾ ഞാൻ ആ ഒരു ബട്ടറും ഓറഞ്ച് ജസ്റ്റുമാണ് ഇപ്പോൾ ഇട്ടത്, അതൊന്ന് മിക്സാക്കി കിട്ടാൻ വേണ്ടി ഒന്ന് അത് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ അടുത്തത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ 1/3 ആണ് ഈ കപ്പിൻ്റെ അളവ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ എടുത്തിട്ടുള്ളൂ, ഫുള്ളൊന്നും വേണ്ട. 1/3 കപ്പിൻ്റെ ഏകദേശം ഒരു മുക്കാൽ ഭാഗം, ചില ഒരു 1/4 കപ്പ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. 1/4 കപ്പ് ഓയിലാണ് ഇപ്പോൾ ഒഴിച്ച് കൊടുത്തത്. ഇനിയിപ്പോൾ ആ ഓയിൽ ഒഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ അടുത്തത് എടുക്കുന്നത് പാലാണ്, അതും അത്ര തന്നെ കേട്ടോ. ഒരു 1/4 കപ്പ് പാലും ഒഴിച്ച് കൊടുക്കുക, അതും കൂടെ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ആ ഒരു ഓയിലും പാലും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതും ഒരു 10 സെക്കൻഡ് നേരം ഒന്ന് ഇതാക്കിയാൽ മതി, അന്ന് അതിൽ മിക്സായി കിട്ടിയാൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ അതും അതിൽ മിക്സായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മളിപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് മൈദയാണ് കേട്ടോ. മൈദ ഞാൻ 1/2 കപ്പ് എടുത്ത് വെച്ചതാണിത്, ഏകദേശം ഒരു 1/2 കപ്പ്. ആ 1/2 കപ്പ് മൈദ ഒന്നിച്ചങ്ങ് ഇട്ട് കൊടുക്കുക. മിക്സിയിലാണെങ്കിലും മിക്സിയിലൊക്കെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് നമുക്ക് ബേക്കിംഗ് പൗഡറാണ്, ബേക്കിംഗ് സോഡ അല്ല, ബേക്കിംഗ് പൗഡർ കേട്ടോ. 1 ടീസ്പൂണാണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തത്. ഇനിയിപ്പോൾ അത് 1 ടീസ്പൂണിന് പകരം 1/4 ഇട്ടെന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പുമാണ് ഇട്ട് കൊടുക്കുന്നത്, 1/4 ടീസ്പൂൺ. ഇനി അതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഈ പൊടി ഒന്ന് ഈ എഗ് ബീറ്റർ ആയതുകൊണ്ട് മേലോട്ട് പൊന്തി പോണേനാണ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. ഇളക്കിയതിൻ്റെ ശേഷം ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അത് എല്ലാം കൂടെ അങ്ങ് മിക്സ് ആയിക്കോളും. നമ്മൾ സാധാരണ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ പൊടിയും മറ്റേ ബേക്കിംഗ് പൗഡറും കൂടിയിട്ട് ഒരു 3 പ്രാവശ്യം ഉണ്ടെങ്കിൽ അത് അരിച്ചെടുക്കണം, അത് പിന്നെ ഫോൾഡ് ചെയ്തെടുക്കണം, അങ്ങനെയൊക്കെ കുറേ മെത്തേഡൊക്കെ ഉണ്ട്. അപ്പം മഫിൻസ് ആകുമ്പോൾ അങ്ങനത്തെ ഒന്നും ഒരു പ്രശ്നമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. എല്ലാം അങ്ങ് ഇട്ടിട്ട് കറക്കിയാൽ മതി. അപ്പം പെട്ടെന്ന് അതൊന്ന് മിക്സായി കിട്ടുകയും ചെയ്യും. നമുക്ക് അതിൻ്റെ ഒരു സമയവും ഇല്ല, ടെൻഷനും ഇല്ല, പിന്നെ കറക്റ്റ് മെഷർമെൻറ്റ് ആയിക്കൊള്ളണമെന്നുമില്ല, അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ.
അപ്പോൾ അത് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു മഫിൻസിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവർക്കും ഇഷ്ടമാവും. അതുപോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കിയാലും ഇത് സക്സസ് ആവുകയും ചെയ്യും. ആർക്കും ഇത് ഫെയിലായി പോകില്ല കേട്ടോ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ആ പൊടിയൊക്കെ നല്ലോണം മിക്സായി. ഇപ്പോൾ ഇത് കണ്ടില്ല, ഇതാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. ഈ ഒരു ഇതിലാണ് ഇപ്പോൾ ഇത് ഉണ്ടാവുക. വല്ലാണ്ട് അങ്ങ് കട്ടിയിലൊന്നുമല്ല, എന്നാൽ നല്ല ലൂസും അല്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ബ്ലേഡൊക്കെ ഒന്ന് മാറ്റി വരട്ടെ. ഇപ്പം ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് 2 ട്രയൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കടലാസിൻ്റെ പേപ്പർ ഉള്ളതുകൊണ്ട് ഞാൻ വെച്ചാൽ ബാക്കിയുള്ള ബട്ടർ ഞാൻ അതിൽ അങ്ങ് പരട്ടിയതാണ് കേട്ടോ. ഒന്നിൻ്റെ മേലെ ഇങ്ങനത്തെ ഇതിപ്പോൾ ഇനി പേപ്പർ ഇല്ലെങ്കിലും ജസ്റ്റ് ഡയറക്റ്റ് വേണമെങ്കിൽ അതിൽ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഈ ഒരു കടലാസിൻ്റെ പേപ്പർ കപ്പ് ഉള്ളതുകൊണ്ട് ഞാനത് വെച്ച് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ പേപ്പർ കപ്പ് കുറച്ച് വലിപ്പം അധികമാണ്, പ്രശ്നമില്ല, നമുക്കത് അതിൽ തന്നെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 6 ബേക്ക് ചെയ്യുന്നത് ഓവനിൽ ബേക്ക് ചെയ്യുന്നതുമാണ്. 6 ഞാൻ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ അടുപ്പിൽ ബേക്ക് ചെയ്യുന്നതുമാണ് കാണിക്കുന്നത് കേട്ടോ. 2 രീതിയിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഓരോന്നിലേക്കും ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരു 3/4 ഭാഗത്തോളം ഒഴിച്ചാൽ മതി, ഫുള്ളായിട്ട് ഒഴിക്കേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ പേപ്പർ കപ്പ് കുറച്ച് വലിപ്പം അധികമായതുകൊണ്ടാണ് എൻ്റെത് ഇങ്ങനെ ചുരുണ്ട് നിൽക്കുന്നത്. പ്രശ്നമൊന്നുമില്ല, അതങ്ങ് റെഡി ആയിക്കോളൂ. അപ്പോൾ ഈ ഒരു പേപ്പർ കപ്പിൽ എല്ലാത്തിലും നമ്മൾ ഇതേപോലെ തന്നെ മാവ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു 3/4 ഭാഗത്തോളം വെച്ചാൽ മതി, കാരണം ബാക്കി ഇത് പൊന്തി വരും. അപ്പോൾ പൊന്തി വരാനുള്ള ഒരു സ്പേസ് നമ്മൾ അതിൽ കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ അത് എല്ലാത്തിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ ട്രൈ ഞാൻ ഫുള്ളായിട്ടില്ല, 12 ഇല്ല 11 ഒഴിക്കാനേ നമ്മളെ മാവുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ 6 ഞാൻ ഓവനിൽ ബേക്ക് ചെയ്യാനാണ് പോകുന്നത്. 200 ഡിഗ്രിയിൽ 30 മിനിറ്റാണ് ഞാനിപ്പോൾ ഓവനിൽ ബേക്ക് ചെയ്യണത്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ഞാനിപ്പോൾ ജസ്റ്റ് കുറച്ച് പഞ്ചസാര തൂവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് നട്ട്സോ അല്ലെങ്കിൽ ടൂട്ടി ഫ്രൂട്ടിയോ എന്തെങ്കിലും നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ അടുത്ത് ഇപ്പോൾ അതൊന്നും ഇപ്പോൾ സ്റ്റോക്കില്ല, നട്ട്സും ടൂട്ടി ഫ്രൂട്ടി ഒന്നും ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ജസ്റ്റ് പഞ്ചസാര ഇട്ട് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. ഒരു കാണുമ്പോൾ ഒരു പൊന്തി വരുന്ന സമയത്ത് ഒരു ഭംഗിയാവാൻ വേണ്ടിയിട്ടാണ് ഇത്തിരി പഞ്ചസാര ഇട്ട് കൊടുത്തത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓവനിലേക്കുള്ളത് മാറ്റുകയാണ്. 200 ഡിഗ്രിയിൽ 30 മിനിറ്റ്. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ ചെമ്പിൽ ബേക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഒരു ചെമ്പ് ഞാൻ ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു പാത്രം, ഒരു പരന്ന പാത്രം എടുക്കുക. എന്നിട്ട് അതിൽ ഇങ്ങനത്തെ റിങ് എല്ലാവരുടെ അടുത്തും ഉണ്ടാവില്ല, അങ്ങനത്തെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു പ്ലേറ്റ്, സ്റ്റീലിൻ്റെ പ്ലേറ്റ് വെച്ച് കൊടുക്കുക. എൻ്റെ അടുത്ത് ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ അങ്ങനത്തെ ഒരു തട്ടാണുള്ളത്, അത് ഞാൻ വെച്ച് കൊടുത്താണ്. അപ്പോൾ അതൊന്ന് ആദ്യം നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണമല്ലോ. ആദ്യം ചെമ്പൊന്ന് ചൂടാകണ വരെ ഒന്ന് കത്തിച്ച് കൊടുക്കുക കേട്ടോ. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതാ ചെമ്പ് നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് തുറന്ന് നോക്കുക. അപ്പോൾ നല്ല ചൂടായിന് കേട്ടോ. അപ്പോൾ ചൂടായ അതിലേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നേരത്തെ ഒരു ട്രേ മാറ്റി വെച്ചോണല്ലോ, 5 കേക്കുള്ള ഒന്ന് ഞാൻ ബേക്ക് ചെയ്യണം. ഇങ്ങനെയാണ് ബേക്ക് ചെയ്യണത്. അപ്പോൾ ഞാനത് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അത് സെൻറ്ററിലാക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് ഇതിൽ 45 മിനിറ്റ് വേണം കേട്ടോ. അടുപ്പിലായതുകൊണ്ട് ചെറിയ സിമ്മാക്കി വെച്ചിട്ട് 45 മിനിറ്റാണ് ഇതിൽ ബേക്ക് ചെയ്യേണ്ടത്. ഞാൻ സിമ്മിലാക്കി വെച്ച് കൊടുത്തോളൂ. ഇപ്പോൾ അത് നമ്മളെ 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിന് കേട്ടോ. ഇത് ഞാൻ അടുപ്പിൽ ബേക്ക് ചെയ്ത കേക്കാണിത്. അപ്പോൾ നന്നായിട്ട് റെഡിയായി വന്നതാണ്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മനസ്സിലാവുകയും ചെയ്യും നല്ലോണം വെന്തണമൊന്നുമില്ല എന്നുള്ളത്. അപ്പോൾ ഒട്ടണമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നല്ലോണം വെന്ത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ അതവിടെ ഇറക്കി വെക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഓവനിൽ ബേക്ക് ചെയ്തത് നേരത്തെ റെഡി ആയിരിക്കുന്നത്, കാരണം അത് 30 മിനിറ്റേ ആവശ്യമുള്ളൂ. അപ്പോൾ അത് ഓൾറെഡി നേരത്തെ ആയതാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ചെമ്പിൽ ബേക്ക് ചെയ്തതാണ്. അതിപ്പോൾ അതാ റെഡിയായി ഞാൻ മാറ്റി വെച്ചതാണ്. ഇനിയിപ്പോൾ ഓവനിൽ ബേക്ക് ചെയ്തത് ഞാൻ കാണിച്ചു തരാം. രണ്ടും കാണുമ്പോൾ തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. ഇതിപ്പോൾ കണ്ടോ, ഓവനിൽ ബേക്ക് ചെയ്തതാണ് ഇപ്പോൾ ഇത് ഇപ്പുറത്തുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടമായതെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഓവനിൽ ബേക്ക് ചെയ്തതാണോ അല്ലെങ്കിൽ ചെമ്പിൽ ബേക്ക് ചെയ്തതാണോ എന്നുള്ളത്. അപ്പോൾ ചെമ്പിൽ ബേക്ക് ചെയ്തത് ഇതാണ്. അങ്ങനെ അത്യാവശ്യം കുറച്ച് പൊന്തിന്, വല്ലാണ്ടങ്ങ് പൊന്തിയില്ല. നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്തതാണെങ്കിൽ പൊന്തിയിട്ട് എന്താ പറയുക, കുറച്ച് ഇങ്ങനെ പൊന്തി പുറത്തേക്ക് ഇങ്ങനെ വന്ന പോലാണുള്ളത്. നമ്മൾ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ആവുന്ന പോലെ കുറച്ച് എക്സ്ട്രാ നമ്മൾ ഇത്ര വയ്ക്കേണ്ടില്ലേനും ഓവനിൽ വയ്ക്കേണ്ടത് കുറച്ച് കുറയ്ക്കണമായിരുന്നു. അപ്പോൾ ഇതിൽ കണ്ട ഈ ഒരു പഞ്ചസാര നമ്മൾ മേലെ ഇട്ട് വെച്ചത് ആ ഒരു ഡിസൈനായിട്ട് മേലെ വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പഞ്ചസാര ഉണ്ടല്ലോ ഇങ്ങനെ പുറമേ ഒരു ഡിസൈനായിട്ട് വന്നത്. പക്ഷെ നമ്മൾ ചെമ്പിൽ വെച്ച അതിലുള്ള പഞ്ചസാര ഉണ്ടല്ലോ അതങ്ങ് അലിഞ്ഞു പോയിന്. ഓവനിലുള്ളത് മാത്രമാണ് ഇങ്ങനെ ഒരു ഡിസൈനായിട്ട് വന്നത്. അപ്പോൾ നല്ല അടിപൊളി മഫിൻസാണ്. രണ്ടിനും ഒരേ ടേസ്റ്റാണ് കേട്ടോ. ടേസ്റ്റിലൊന്നും ഒരു മാറ്റവും വരില്ല. രണ്ടും ഒരേ ടേസ്റ്റാണ്. പക്ഷെ കാണുമ്പോൾ ഉള്ള ചെറിയൊരു വ്യത്യാസം മാത്രം. അപ്പോൾ 2 രീതിയിലും ഞാൻ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഓവൻ ചിലപ്പോൾ എല്ലാവരുടെ അടുത്തും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അതുപോലെ തന്നെ ബീറ്റർ എല്ലാവരുടെ അടുത്തും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇങ്ങനത്തെ ഈസി ആയിട്ടുള്ള നമുക്ക് മിക്സിയിൽ തന്നെ ചെയ്യാമെന്നുണ്ട്. ഇനിയിപ്പോൾ മിക്സി ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ വിസ്ക് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ മിക്സി തന്നെ വേണമെന്നില്ല, കൈലോണ്ടോ ഫോർക്കോണ്ടോ ഇളക്കി മിക്സ് ചെയ്താലും ഈ ഒരു ബാറ്റർ റെഡിയാവും. ഒരു ഇതുമില്ല, അങ്ങനെ ഒരു അടിച്ച് പതപ്പിക്കേണ്ട ബാറ്റർ ഒന്നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇപ്പം നല്ല ചൂടുണ്ട് ഇത്. അപ്പോൾ ഇതൊന്ന് ചൂടാറി കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് മുറിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ നല്ല ചൂടാണ്, അതാണ് ഞാൻ അടിയിൽ തുണിയൊക്കെ വെച്ചത്. കാരണം അടുപ്പൊന്ന് ഇപ്പോൾ ഇറക്കിയിട്ടല്ലേ ഉള്ളൂ. അതൊന്ന് ചൂടാറട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഒരു രണ്ടിൻ്റെ ഉള്ളിലത്തെ ടെക്സ്ചർ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് രണ്ടും നല്ലോണം ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നേരത്തെ പൊളിച്ച് വെച്ച് തന്നെ എടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് മുറിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ.
മഫിൻസും കപ്പ് കേക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ കപ്പ് കേക്ക് കുറച്ചും കൂടെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. മഫിൻസ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ലേശൊരു നല്ലൊരു ടെക്സ്ചറാണ്. എന്താ പറയുക പുറമേ ലേശൊരു ക്രിസ്പിയും ഉള്ളിൽ ഭയങ്കര സോഫ്റ്റും. അതാണ് മഫിൻസ് എന്ന് പറയുന്നത്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അത്. അടിപൊളിയാണ്. നമ്മൾ ഈ ഓറഞ്ചിൻ്റെ സെസ്റ്റ് ഇട്ടതുകൊണ്ട് ഓറഞ്ചിൻ്റെ ഫ്ലേവറാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുക. ഇനിയിപ്പോൾ ഓറഞ്ചിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ കൊടുക്കട്ടെ. എന്തെങ്കിലും വേറെ എന്തെങ്കിലും എസൻസ് ഒക്കെ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇതാവും. ഇതിപ്പോൾ നമ്മൾ ചെമ്പിൽ ബേക്ക് ചെയ്ത മഫിനാണ്. ഇതിപ്പോൾ കണ്ടില്ല, ഇത് അതേ ടെക്സ്ചർ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. സെയിം തന്നെയാണ്, ടേസ്റ്റൊക്കെ സെയിം തന്നെയാണ് വരിക കേട്ടോ. കാണുമ്പോൾ മാത്രമുള്ള ഈ ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഇത് നല്ല അടിപൊളിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളി സാധനമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെ തന്നെ നല്ല നല്ല അടുത്ത റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.